ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും ഒരു ട്യൂട്ടോറിയലിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവോൾവ് എന്നൊരു ടൂളാണ്. അപ്പോൾ പേര് പറഞ്ഞ പോലെ റിവോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിസിന് ചുറ്റും ഒരു പാർട്ടിനെ ഒരു സ്കെച്ചിനെ റിവോൾവ് ചെയ്യിക്കുക അല്ലെങ്കിൽ ചുറ്റിക്കുക. അതിന് നമുക്ക് ആംഗിൾ കൺട്രോൾ ഉണ്ട്. നമുക്ക് അതിനെ സ്കെച്ച് വെച്ചിട്ട് നമ്മുടെ ആക്സസ് ഡിഫൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആംഗിളിൽ വേണമെങ്കിലും അത് റിവോൾവ് ചെയ്യാം. അത് നമുക്ക് സോളിഡ് ആയിട്ട് ചെയ്യാം, സർഫസ് ആയിട്ട് ചെയ്യാം, കട്ട് ചെയ്യാം, എല്ലാം നമ്മൾ എക്സ്ട്രൂഡ് ഉള്ള പോലെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിവെച്ച ഇതില് തുടങ്ങുകയാണ്. നമ്മുടെ ബഡ്സിന്റെ നമ്മുടെ ഈ അറ്റത്ത് നമ്മൾ ചെവിയിൽ വെക്കുന്ന ഒരു ചെറിയൊരു റബ്ബറിന്റെ ഒരു സാധനം കണ്ടില്ലേ? അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതൊരു അറ്റത്തൊരു സ്ട്രെയിറ്റ് ഭാഗം, പിന്നെ ഒരു കർവ്, ഒരു അംബ്രല പോലത്തെ ഒരു ഷേപ്പ്, അതൊരു പ്ലഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. അതൊരു ടിപ്പിക്കൽ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ഈ റിവോൾവ് ടൂളിന്റെ ഇതിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ നമുക്ക് ബഡ്സിന്റെ സ്കാഡ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ബഡ്സിന്റെ നമ്മുടെ എൻഡ് ഉണ്ടാക്കിയ സെന്റർ പ്ലെയിനിനെ നമ്മൾ എടുക്കണം. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് റിവോൾവ് ചെയ്യേണ്ട ആക്സിസിന്റെ എപ്പോഴും ഒരു പാർട്ടിന്റെ സെന്റർ പ്ലെയിനിലാണെങ്കിലാണ് നമുക്കത് അതിൽ തന്നെ ആ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് നമുക്ക് റിവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആ പ്ലെയിനിൽ സെലക്ട് ചെയ്യുന്നു, സ്കെച്ച് സെലക്ട് ചെയ്യുന്നു. അപ്പൊ കുറച്ചും കൂടി വിഷ്വലി നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പ്ലെയിനിനെ ബേസ് ചെയ്ത് ഞാൻ ഒരു സെക്ഷൻ എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഷിഫ്റ്റ് എക്സ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഞാൻ ആദ്യം ആ സ്കെച്ചിന്റെ തുടക്കം ഈ സെന്റർ പോയിന്റ് ഇതാണല്ലോ, നമ്മൾ പ്രീവിയസ് വരച്ച് നിർത്തിയ ആ ഒരു സെന്റർ പോയിന്റ് ആണല്ലോ. ആ ഒരു സെന്റർ പോയിന്റിനെ ഞാനൊരു ആക്സിസ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ ഇതിനോട് ടാൻജന്റ് ആക്കിയിട്ട് ഞാൻ അതിനെ ഒരു കൺസ്ട്രക്ഷൻ ഇതാക്കിയിട്ട് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഗുഡ്. എന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ വരുന്നു. ഇങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഷേപ്പാണ് അതിന്റെ ഇതുള്ളത് അല്ലെ. അതിന് ഞാനൊരു ഡയമെൻഷൻ കൊടുത്ത് ഫിക്സ് ചെയ്യാണ്. ഞാനിതൊരു ഡെമോൺസ്ട്രേഷന്റെ പർപ്പസിന് വേണ്ടിയിട്ടായ കാരണം ഞാൻ അത്ര ആക്യുറസി ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഐഡിയ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. ഞാനത് ഇത് ചെയ്ത് വേണമെങ്കിൽ ഒരു 2 കൊടുക്കാം നിങ്ങൾക്ക്. എന്നിട്ട് അതിന്റെ സ്റ്റാർട്ടിങ് എല്ലാ ഡയമെൻഷനും കൊടുത്ത് ശീലിക്കാൻ നോക്കുക. അപ്പോൾ നമുക്കതൊരു ഹാബിറ്റ് ആവും, ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെ വരുന്നു, നമ്മൾ അതിന് ഒരു റേഡിയസ് കൊടുക്കുന്നു 1.5. ഞാൻ ഈ പോയിന്റിലായിട്ട് മനസ്സിലായിരിക്കും. ഇത് സെമി സർക്കിൾ ആയിട്ട് നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കിത് ഓൾസോ കൊടുക്കുന്ന ഇങ്ങോട്ടൊരു കൺസ്ട്രക്ഷൻ ലൈൻ വെച്ചു കൊടുക്കും. ഓക്കെ, ഇതൊരു കൺസ്ട്രക്ഷൻ ലൈനാണ്. നമുക്ക് ഗുഡ്. അപ്പൊ ഞാൻ റിവോൾവ് ടൂളിലേക്ക് വരുന്നു. റിവോൾവ് ടൂളില് ഞാൻ ആദ്യം വരച്ച ആ സ്കെച്ചിനെ നമ്മൾ സ്കെച്ചിലെ ആക്സിസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. റിവോൾവ് ആക്സിസിൽ വന്നിട്ട് ഞാൻ ഈ ആക്സിസ് സ്കെച്ച് നമ്മൾ എന്ത് ചെയ്തു, സോറി, റിവോൾവ് ആക്സിസ് സ്കെച്ച് നമുക്ക് വേണ്ടത് തിന്നാണ് ഞാനിപ്പോൾ എടുക്കാൻ പോണത്. തിന്ന് ഞാനൊരു 1 mm ഇതും എന്തുകൊണ്ട് ഇപ്പോൾ എറർ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തിക്നെസ് ഇന്റർഫിയറിങ് ആയ എററാണ്. ഞാനൊരു 0.5 കൊടുത്ത് നോക്കാം സ്റ്റാർട്ടിങ് ആയിട്ട്. ഓക്കെ, 0.5 0.3 തിക്നെസ് ഉള്ള ഒരു കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ചെക്ക് ചെയ്യുക,
ന്യൂ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, കാരണം എനിക്കിത് പുതിയൊരു പാർട്ടാണ് വേണ്ടത്. പിന്നെ നമ്മുടെ ആ ബഡ്സിന്റെ പോലത്തെ ആ ബഡ്സിന്റെ നമ്മൾ അറ്റത്ത് വെക്കണ ഇതില്ലേ, അതേപോലെ ഒരു ഫീച്ചർ ആയിട്ടുണ്ട്. ഞാൻ ഈ ചെയ്ത കാൻഡി അറ്റത്ത് കുറച്ചും കൂടിയും ഇത് വേണമായിരുന്നു, എന്താ പറയുക, സ്ട്രെയിറ്റ് ഫേസ് വേണമായിരുന്നു. എന്നാലാണ് അതിന് ശരിക്കും ഫിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് വരിക. ഇപ്പൊ തൽക്കാലം ഞാൻ അതങ്ങനെ ചെയ്തിട്ടില്ല. ബട്ട് അത് ശരിക്കും കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാനൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ചെയ്ത കാരണമാണ് അതിങ്ങനെ ചെയ്തത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ മെയ്റ്റ് ചെയ്യണതിന് പകരം കുറച്ചും കൂടി ബാക്കിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ഫേസ് ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചും കൂടി ബാക്കിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങളുടെ ലീഡിങ് എഡ്ജ്. അല്ലെങ്കിൽ നമ്മൾ ലോഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച പോലെ നോർമൽ കൊടുത്ത് കുറച്ചും കൂടി നമുക്കതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ കൂട്ടിക്കൊണ്ടുവരാം. ഇതൊക്കെ ഇതിന്റെ റിഫൈൻമെന്റിൽ വരും. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ബേസിക് ആയിട്ട് ടൂൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു 0.3 ഒരു വാല്യൂ കൊടുക്കുകയാണ്. റിവോൾവിന്റെ വാല്യൂ കൊടുത്തു, റിവോൾവ് ചെയ്തു. നിങ്ങളുടെ ബഡ്സിന്റെ അറ്റം ഇത് വന്നു. ഞാനൊരു ഫില്ലറ്റ് ഒക്കെ കൊടുത്ത് കുറച്ച് ഭംഗിയാക്കാന്ന് വിചാരിച്ചു. 0.3 0.2 ഓക്കെ. നമുക്ക് ഇത് എക്സിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിലൊന്നും ഇതിനെയും വേണമെങ്കിലൊന്നും ഐസൊലേറ്റ് ചെയ്ത് നോക്കാം, നമുക്ക് എങ്ങനെയുണ്ട് കാണാൻ. ഐസൊലേറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഒരു വ്യൂ തരും, എങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു വ്യൂ. ഇപ്പൊ നമുക്കിപ്പോ പാർട്ട് കാണാം, നമ്മൾ ചെയ്ത സ്കെച്ച് റിവോൾവും എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ നമ്മുടെ പിക്സലിന്റെ ഒരു ലുക്ക് ലൈക്ക് അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡയമെൻഷൻ കൺട്രോൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്തടുത്ത സ്റ്റെപ്പിൽ പോകാം. ഇനി ഇതിന്റെ റൈറ്റ് സൈഡ് നമുക്ക് ഉണ്ടാക്കാൻ വേണമെങ്കിൽ അതിന് നമ്മൾ മിറർ എന്നുള്ള ഓപ്ഷനും കൂടി പഠിക്കാം. നമുക്ക് മിററിലേക്ക് വരാം. മിററിൽ നമുക്ക് പാർട്ട് മിറർ ചെയ്യാം, ഫീച്ചർ മിറർ ചെയ്യാം, ഫേസ് മിറർ ചെയ്യാം. പാർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്കാർ ഞാൻ മിറർ പ്ലെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്, സെന്റർ. എന്നിട്ട് പാർട്ട് മിറർ ചെയ്യുമ്പോൾ പാർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ കണ്ട പാർട്ട് വന്നു. ഞാൻ അതേപോലെ തന്നെ മറ്റേതും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇയർബഡ്സിന്റെ ആ മിറർ ആയില്ലേ. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഉള്ള ഇതായി ഇയർബഡ്സിന്റെ. മനസ്സിലായോ? ഈ മിറർ ഫംഗ്ഷൻ നമുക്ക് ഫീച്ചറിനും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഫീച്ചറിൽ ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ ഫീച്ചറാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് പാർട്ട് മതിയായതുകൊണ്ട് നമ്മൾ പാർട്ട് ഞാൻ കാണിച്ചു തരുന്നു. നമുക്ക് കൂടുതൽ CAD ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ ഓരോരോ ഫീച്ചേഴ്സ് ഞാൻ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ അതാകുമ്പോൾ കുറച്ചും കൂടി ഞങ്ങൾക്ക് എളുപ്പമായിരിക്കും. നമുക്ക് ഇപ്പൊ തൽക്കാലം ഞാൻ പാർട്ട് എന്നുള്ള ഇത് വെച്ച് ഞാൻ മിറർ ചെയ്തു. ഇപ്പൊ നമ്മുടെ കാര്യങ്ങള് ബഡ്സിന്റെ ഒരുവിധ ഷേപ്പായി. ഞാൻ ഇതിനൊക്കെ റീനെയിം ചെയ്യാണ്. അപ്പോ കേസ് ലിഡ്, കേസ് ബോട്ടം, ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോ ഇതൊരു ലേണിംഗ് ആണ്. നിങ്ങൾക്ക് ബെസ്റ്റ് പ്രാക്ടീസ്. ലെഫ്റ്റ് ബഡ്, ലെഫ്റ്റ് ബഡ് പ്ലഗ്, അതേപോലെ തന്നെ റൈറ്റ് ബഡ്, അതേപോലെ തന്നെ റൈറ്റ് ബഡ് പ്ലഗ്. അങ്ങനെ നമ്മൾക്ക് വേണ്ട എല്ലാ ഇതും നമ്മളിപ്പോ ഫീച്ചർ ഇതിലുണ്ടാക്കി. ഇനി നമുക്ക് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് ഇതൊക്കെ നമുക്ക് വ്യൂ ചെയ്യാം. ഇനി നമുക്ക് അതിന് ശരിക്കും ഓരോരോ കോമ്പണൻസ് ഒക്കെ നമുക്ക് വേണ്ടി വരും. തൽക്കാലം ഇപ്പം നമ്മുടെ ഒരു ലേണിങ്ങിന് വേണ്ടി നമ്മൾ ഇത്രയും ടൂളുകൾ പഠിച്ച ടൂൾ വെച്ചിട്ട് നമ്മളൊരു ബഡ്സ് ഉണ്ടാക്കണതിന്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു. എങ്ങനെയാണ് റിവോൾവ് ചെയ്യുക, എങ്ങനെയാണ് എക്സ്ട്രൂഡ്, എല്ലാ ഫീച്ചേഴ്സും വെച്ച് നമ്മൾ ഇപ്പൊ നമ്മുടെ ഒരു ഇത് പഠിച്ചില്ലേ. നമ്മളിനി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഇതിലേക്ക് നമ്മൾ ഓരോരോ സെഷനിൽ നമ്മൾ കൂട്ടി കൊണ്ടുവരാം.
ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിൾസുമായിട്ട് കാര്യങ്ങളായിട്ടും വരാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തുടങ്ങി എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. നമ്മുടെ ചാനലില് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ്സിൽ വരിക, റീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ഗൈസ്, ഹാപ്പി ലേണിംഗ്, സബ്സ്ക്രൈബ് ചെയ്യുക.